शांति ही शांति है, प्रकाश पुंज का ये भंडार। हम आत्माएं यही पे रहते, यही हमारा है संसार। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा।
ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ശിവബാബ യാദ് ഹെ. ഡേറ്റ് 5/1/2021. मीठे बच्चे, तुम्हारे मुख से कभी भी हे ईश्वर, हे बाबा शब्द नहीं निकलना चाहिए. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖത്തിലൂടെ ഒരിക്കലും തന്നെ ഹേ ഈശ്വര, ഹേ ബാബ എന്നുള്ള ശബ്ദം വരാൻ പാടില്ല. ഏതോ ഭക്തി മാർഗ കി പ്രാക്ടീസ് ഹേ. ഇതൊക്കെ ഭക്തി മാർഗത്തിൻ്റെ പ്രാക്ടീസാണ്. പ്രശ്ന ചോദ്യമാണ്, തും ബച്ചേ സഫേദ് ഡ്രസ് പസന്ത് ക്യോം കർത്തേ ഹോ. നിങ്ങൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ശുഭ്രവസ്ത്രം, വെള്ള വസ്ത്രം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? എ കിസ് ബാത്ത് ക പ്രതീക് ഹേ. ഇത് ഏത് കാര്യത്തിൻ്റെ പ്രതീകമാണ്? ബാബ ഉത്തരം പറയാണ്, എന്തുകൊണ്ടാണ് വൈറ്റ് ഡ്രസ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ബാബ ഉത്തരം പറയാണ്, അഭി തും ഇസ് പുരാനി ദുനിയാ സേ ജീത്തെ ജി മർ ചുക്കേ ഹോ, ഇസ്ലേ തുമേ സഫേദ് ഡ്രസ് പസന്ത് ഹേ. ഇപ്പോൾ നിങ്ങൾ ഈ പഴയ ലോകത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ വെള്ള വസ്ത്രം ഇഷ്ടപ്പെടുന്നു. യഹ് സഫേദ് ഡ്രസ് മൗത്ത് കോ സിദ്ധ് കർത്താ ഹേ. ഈ വെള്ള വസ്ത്രം ഉണ്ടല്ലോ, നമ്മുടെ മരണത്തെയാണ് സിദ്ധമാക്കുന്നത്. ജബ് കോയി മർത്താ ഹെ തോ ഉസ് പർ ഭി സഫേദ് കപ്പട ഡാൽത്തേ ഹെ. എപ്പോഴാണ് ആരെങ്കിലും മരിക്കുന്നത്, അപ്പോൾ അവരിലും കൂടി എന്താണ്, വെള്ള വസ്ത്രമാണ് അവരെ പുതപ്പിക്കുന്നത്. തും ബച്ചേ ബി അഭി മർജീവ ബനേ ഹോ. നിങ്ങൾ കുട്ടികളും കൂടി ഇപ്പോൾ മറുജീവികളായിരിക്കുന്നു. നമ്മൾ കലിയുഗത്തുനിന്ന് മരിച്ചു, സംഗമയുഗത്തിൽ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മരിച്ച വീടുകളിലെല്ലാം സാധാരണ പോകുമ്പോഴെല്ലാവരും എന്താണ്, വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അപ്പം അതാണ് ബാബ ചോദിക്കുന്നത്, നിങ്ങൾ വെള്ള വസ്ത്രം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്, ഇത് ഏതിൻ്റെ പ്രതീകമാണെന്ന്. ആ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ്, ആരെങ്കിലും മരിച്ചാൽ എന്താണ്, നമ്മൾ വെള്ള വസ്ത്രമാണ് അവരെ ധരിപ്പിക്കുന്നത്. ഇത് അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, മരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കലിയുഗത്തിൽ നിന്ന് മരിച്ചു, സംഗമയുഗത്തിൽ ജനിച്ചു. ओम शांति। रूहानी बाप बैठ बच्चों को समझाते हैं, रूहानी अक्षर ना कह सिर्फ बाप कहे तो भी ठीक है. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മീയ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി റുഹാനി അക്ഷരം എന്ന് പറയാതെ, ആത്മീയ അക്ഷരം എന്നുള്ള ആ ശബ്ദം പറയാതെ കേവലം ബാബ എന്ന് പറഞ്ഞാലും അത് ശരി തന്നെയാണ്. ബാബ് ബൈട്ട് ബച്ചോക്കോ സമച്ചാത്തേ ഹെ. അങ്ങനെ പറയുമ്പോഴെന്തായിരിക്കും, ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. റുഹാനി ബാപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല. സബ് അപ്നേക്കോ ബായി ബായി തോ കൈത്തേ ഹി ഹെ. എല്ലാവരും അവരെന്താണ്, ഞങ്ങൾ സഹോദരങ്ങളെന്ന് പറയുന്നുമുണ്ട്. തോ ബാബ് ബൈട്ട് സമച്ചാത്തേ ഹെ ബച്ചോക്കോ. അപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്ന ആർക്കാണ്? കുട്ടികൾക്കാണ്. സബിക്കോ തോ നെഹി സമച്ചാത്തേ ഹോങ്കെ. എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കില്ല. സബ് അപ്നേക്കോ ബായി ബായി കൈത്തേ ഹി ഹെ. എല്ലാവരും അവരെന്താണ്, സഹോദരങ്ങളെന്ന് പറയുന്നുമുണ്ട്. ഗീതാമേ ലിഖാ ഹുവാ ഹെ ഭഗവാൻ വാച്ച്. ഗീതയിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ഭഗവാൻ വാച്ച്. അപ്പോൾ ഭഗവാൻ വാച്ച് കിസ്കെ പ്രതി? ഈ ഭഗവാൻ വാച്ച് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാൻ കെ ഹെ സബ് ബച്ചേ. എല്ലാവരും ആരുടെ കുട്ടികളാണ്? ഭഗവാന്റെ കുട്ടികളാണ്. ഓഹ് ബാപ് ഹെ തോ ഭഗവാൻ കെ ബച്ചേ സബ് ബ്രദേഴ്സ് ഹെ. അവർ നമ്മൾ അച്ഛനാകുമ്പോൾ നമ്മൾ ഭഗവാന്റെ കുട്ടികളെല്ലാവരും ആരാണ്? സഹോദരങ്ങളാണ്. ഭഗവാൻ നെ ഹി സമച്ചായ ഹോഗ രാജയോഗ സിഖായ ഹോഗ. ഭഗവാൻ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കും, നമ്മളെ രാജയോഗം പഠിപ്പിച്ചിരിക്കും. അഭി തുമാരി ബുദ്ധി ക താല ഖുല ഹുവാ ഹെ. ഇപ്പോഴാണ് നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുന്നത്. ദുനിയാമേ ഔർ കിസി കെ ബി ഐസെ ഖ്യാലാത്ത് നിഹി ചൽ സക്തേ. ഈ ലോകത്തിൽ വേറെ ആർക്കും അത്തരത്തിലുള്ള ചിന്തകൾ നടക്കാൻ സാധ്യമല്ല.
जिन जिन को संदेश मिलता जाएगा वो स्कूल में आते जाएंगे പഠിത്തേ जाएंगे. ആർക്കൊക്കെയാണോ ഈ സന്ദേശം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർ സ്കൂളിൽ വന്നുകൊണ്ടേയിരിക്കും, വന്നാൽ എന്താകും, പഠിച്ചുകൊണ്ടേ ഇരിക്കും. സമച്ചെങ്കെ പ്രദർശനി തോ ദേഖി അബ് ജാക്കർ കുച്ച് ജ്യാദാ സുനെ. പറയാലോ, ആ പ്രദർശനയിലൊന്ന് കണ്ടു, ഇനി പോയിട്ട് കുറച്ചും കൂടി കൂടുതൽ കേൾക്കാം. എന്താ ഇത് ശരിക്കും മനസ്സിലായിട്ടില്ലല്ലോ, ഈ പ്രദർശനം ഒന്നിങ്ങനെ നോക്കി കണ്ടതേ ഉള്ളൂ, കുറച്ചും കൂടി മനസ്സിലാക്കണം. पहली पहली मुख्य बात है ज्ञान का सागर पदीद पावन गीता ज्ञान दादा शिव भगवान वाच. पहले पहले उनको ही पता पड़े कि इन्हों को सिखलाने वाला अथवा समझाने वाला कौन है. ബാബ മനസ്സിലാക്കി തരികയാണ്, ആദ്യം പ്രധാന കാര്യം, മുഖ്യ കാര്യം എന്താണ്, ബാബയുടെ മഹിമ. ബാബ ആരാണ്? ജ്ഞാന സാഗരനാണ്, പതീത പാവനാണ്, ഗീത ജ്ഞാന ദാതാവ്, ശിവ ഭഗവാനുവാച്ച്. അപ്പോൾ അവരെയാണ് നമ്മൾക്കറിയണം, ഇവരെ പഠിപ്പിക്കുന്നവരാരാണ് അഥവാ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരെ ആരാണ്. വ സുപ്രീം സോൾ ജ്ഞാൻ കാ സാഗർ നിരാകാർ ഹേ. ആ പരമാത്മാവുണ്ടല്ലോ, അവരാരാണ്? ജ്ഞാനസാഗരനാണ്, നിരാകാരനാണ്. വ തോ ഹൈ ഹി സത്യ വ സത്യ ഹി ബതായെങ്കെ. അവരാരാണ്? ഗോഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗോഡ്. फिर उसमें और कोई प्रश्न उड़ नहीं सकता. പിന്നീട് അതിൽ യാതൊരു പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഉദിക്കാൻ സാധ്യമല്ല. पहले पहले तो इस पर समझाना है हमको परमपिता परमात्मा ब्रह्म द्वारा राजयोग सिखलाते हैं. ആദ്യം ഈ കാര്യത്തിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. എന്താണ്? നമുക്ക് പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെയാണ് നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നത്. ഏക രാജായി പതിഹേ. ഇതേതാണ്? രാജ്യഭാഗ്യമാണ്. നമ്മൾക്ക് രാജായുടെ ഡൈനാസ്റ്റിയിലാണ് നമ്മൾക്ക് പദവി കിട്ടുന്നത്. ജിസ്കോ നിശ്ചയ ഹോ ജായേഗാ जो सबका बाप है वह पारलौकिक बाप बैठ समझ चाहते हैं, वही सबसे बड़े अथॉरिटी है, तो फिर दूसरा कोई प्रश्न उड़ ही नहीं सकता. എപ്പോഴാണോ നിശ്ചയമുണ്ടാകുന്നത് അവർ സർവരുടെയും അച്ഛനാണ്. അവർ ആ പാരലൗകിക ബാബയാണ് ഇരുന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അവരാണ് എല്ലാറ്റിലും വെച്ച് വലിയ അതോറിറ്റി. അപ്പോൾ വേറെ യാതൊരു ചോദ്യവും അഥവാ പ്രശ്നങ്ങൾ ഉദിക്കാൻ സാധ്യമല്ല. അവർ എത്ര ഹയസ്റ്റ് അതോറിറ്റി എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ വേറെ ചോദ്യമൊന്നും ചോദിക്കില്ല. വഹ ഹേ പതിത് പാവൻ തോ ജബ് വഹ യഹാം ആത്തേ ഹെ തോ ജരൂർ അപ്നെ ടൈം പർ ആത്തേ ഹോങ്കെ. അവരാണ് പതീത പാവനൻ. അപ്പോൾ അവരിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സമയത്ത് തന്നെ വരും. അവരെപ്പോഴാണോ വരേണ്ടത് ആ സമയത്ത് തന്നെ വരും. തും ദേഖ്തേ ബി ഹോം യഹ വഹി മഹാഭാരത് ലഡായി ഹേ. നമ്മൾ ഇതും കൂടി കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന എന്താണ്? ഇത് അതേ മഹാഭാരത, കഴിഞ്ഞ കൽപ്പും ഇതുപോലെ വന്നിരുന്നു, അതേപോലത്തെ മഹാഭാരത യുദ്ധമാണ്. വിനാശ് കെ ബാദ് ഫിർ വൈസ്രസ് ദുനിയ ഹോനി ഹേ. വിനാശത്തിന് ശേഷമാണ് ആ നിർവികാരി ലോകമുണ്ടാവുക. യഹിഹെ വിഷസ് ദുനിയ. ഇത് വികാരി ലോകമാണ്. ഈ മനുഷ്യനെ ഹി ജാനത്തെ ഹെ കി ഭാരത് ഹി വൈസ്രസ്ഥ. ഇത് മനുഷ്യർക്കറിയില്ല. ഭാരതം തന്നെ എന്തായിരുന്നു? നല്ല പവിത്ര ഭാരതം, നിർവികാരി ഭാരതമായിരുന്നു. കുച്ച് ബി ബുദ്ധി ചൽത്തി നഹി. ബുദ്ധി ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് ബാബ. ഗോദ്രേജ് ക താല ലഗാ ഹുവാ ഹെ. കാരണം എന്താണ്? ഗോദ്രേജിൻ്റെ പൂട്ടുണ്ട്. അത് നമ്പർ ലോക്ക് പോലെ, ഇത് നമ്പർ അറിയില്ല, അതുപോലെ ഗോദ്രേജിൻ്റെ പൂട്ടുണ്ട്, പൂട്ടിയിട്ടാണുള്ളത്. ഉസ്കി ചാബി ഏക് ബാപ് കെ പാസ് ഹി ഹെ. അതിൻ്റെ താക്കോൽ ആരുടെ അടുത്താണ്? ഒരു ബായ്. ഇസ്ലേ ഉൻകോ ഹി ജ്ഞാനദാദാ ദിവ്യ ചക്ഷു വിധാത കഹാ ജാത്ത ഹെ. അതുകൊണ്ട് അവരെ ജ്ഞാനദാതാവ്, ദിവ്യചക്ഷു വിധാതാവെന്ന് പറയുന്നു. ജ്ഞാൻ കാ തീസര നേത്ര ദേത്തെ ഹെ. അവർ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നൽകുന്നു. യെ കിസ്കോ പതാ നഹി ഹെ കി തുംകോ പഠാനെ വാല കോൻ ഹെ. ഇതാർക്കും അറിയില്ല. നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ദാദാ സമझ लेते हैं तब टीका करते हैं. അവർ ഈ ദാദിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെ കളിയാക്കുന്നത്. ഓ, ഇതാണോ നിങ്ങൾ, ഇവരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഇവരാണോ നിങ്ങൾ പൂജിക്കുന്നത്, നിങ്ങൾ ചോദിക്കുമല്ലോ ചിലവരെ. ഓ, ഇതാണ് നിങ്ങളുടെ ഗുരുവാണോ ഇത്? അതാണ് ടീക്കാക്കറ. കുച്ചിനെ കുച്ച് ബോൾത്തേ ഹെ. അവരെന്തെങ്കിലും കുറച്ചെന്തെങ്കിലും നമ്മൾ പറയുന്നു. इसलिए पहले पहले बात ही एक समझाओ, इसमें लिखा हुआ भी है शिव भगवान वाच वह तो है ही ट्रूथ. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ശിവ
ഭഗവാനുവാച്ച്. ഓരോരോ ചാർട്ടിൻ്റെ അടിയിൽ എന്താണ്? ശിവ ഭഗവാനുവാച്ച്. വഹത്തോ ഹൈ ഹി ട്രൂത്ത്, അവർ തന്നെയാണ് സത്യം, അവർ പറയുന്നെല്ലാം സത്യമായിരിക്കും. ബാബ് സമച്ചാത്തെ ഹെ മൈ പതിത് പാവൻ ശിവഹും, ബാബ മനസ്സിലാക്കി തരികയാണ് ഞാൻ പതിത പാവനായ ശിവനാണ്. മൈ പരംധാം സെ ആയാഹും, ഞാൻ പരമധാമത്ത് വന്നിരിക്കുന്നതിനാണ്. ഇൻ സാലിഗ്രാമൊക്കെ പഠാനെ, നമ്മളാരാണ്? സാലിഗ്രാമങ്ങൾ, ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ, നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുക. സാലിഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കാൻ. ബാബ് ഹൈ ഹി നോളജ്ഫുൾ, ബാബ ആരാണ്? നോളജ്ഫുള്ളാണ്. സൃഷ്ടിക്ക് ആദി മധ്യന്തിക്ക റാ സമച്ചാത്തെ ഹെ, അവർ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ഈ ശിക്ഷ അഭി തുംകോ ഹി ബഹത് കെ ബാബ് സെ മിൽ രഹി ഹെ, ഈ ശിക്ഷണം ഇപ്പോഴത്തന്നെയാണ് നമ്മൾക്ക് ആ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വഹി സൃഷ്ടിക്ക് രചയിത ഹെ, അവർ തന്നെയാണ് സൃഷ്ടിയുടെ രചയിതാവ്. പതി സൃഷ്ടിക്കോ പാവൻ ബനാനെ വാലെ ഹെ, പതിത സൃഷ്ടിയെ പാവനമാക്കുന്നവരാണ്. എല്ലാം ഈശ്വരനെ കുറിച്ചുള്ള മഹിമകളാണ് പറയുന്നത്. बुलाते भी है हे पतित पावन आवो, तो पहले पहले उसका ही परिचय देना है. നമ്മൾ വിളിച്ചതും എങ്ങനെയാണ്? ഹേ പതിത പാവന വരൂ. അപ്പോൾ ആദ്യം അവരുടെ തന്നെ പരിചയമാണ് നൽകേണ്ടത്. ഉസ് പരംപിത പരമാത്മയ്ക്ക് സാത്ത് ആപ്കാ ക്യാ സംബന്ധ് ഹേ, ആ പരംപിത പരമാത്മാവിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് സംബന്ധം? ഹൈ ഹി സത്യ, അവരാരാണ്? അവർ സത്യം തന്നെയാണ്. നരസേ നാരായൺ ബന്നേക്ക് സത്യ നോളേജ് ദേത്തെ ഹെ, അവർ നരനിൽ നിന്നും നാരായണനാകാനുള്ള സത്യ നോളേജ് നൽകുന്നു. ബച്ചേ ജാനത്തെ ഹെ ബാപ്പ് സത്യ ഹെ, ബാപ്പ് ഹി സച്ച് ഗണ്ട് ബനാത്തെ ഹെ, കുട്ടികൾക്കറിയാം ബാബ സത്യമാണ്, ബാബ തന്നെയാണ് ഈ സത്യുഗം ഉണ്ടാക്കുന്നത്, സത്യുഗം സ്ഥാപിക്കുന്നത്. തു നരസേ നാരായൺ ബന്നെ യഹാ മാത്തേ ഹോ, നമ്മളിവിടെ വന്നിരിക്കുന്നതിനാണ് നരൽ നിന്നും നാരായണനാകാൻ. ബാരിസ്റ്റർ പാസ് ജായെങ്കെ തോ സമച്ചെങ്കെ ഹം ബാരിസ്റ്റർ ബന്നെ ആയേ ഹെ, ബാരിസ്റ്റർ എടുത്ത് പോയാൽ അവർ മനസ്സിലാക്കുന്നതാണ്. വക്കീൽ ഭാഗം പഠിക്കുമ്പോൾ അവർ തോന്നും ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ വക്കീലാകാൻ, ബാരിസ്റ്ററാകാനാണ് ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. അഭി തുംകോ നിശ്ചയ് ഹേ കി ഹമേ ഭഗവാൻ പഠാത്തേ ഹേ, നമ്മൾക്കിപ്പോൾ ഈ നിശ്ചയമുണ്ട്, എന്താണ്? ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. कई निश्चय करते भी फिर संशय बुद्धि हो जाते हैं, तो उनको सब मनुष्य कहते हैं तुम तो कहते थे भगवान पढ़ाते हैं, फिर भगवान को छोड़ क्यों आए हो. ബാബ പറയാണ് ചില കുട്ടികൾ എന്താണ്, ചിലപ്പോൾ നിശ്ചയം വന്ന് പിന്നെ എന്താകുന്നു? സംശയബുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരോട് പറയാൻ തുടങ്ങും, നിങ്ങളല്ലേ ഇങ്ങനെ പറഞ്ഞത്, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, പിന്നെ നിങ്ങൾ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കി വന്നിരിക്കുന്നതെന്ന് നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. സംശയ ആനെ സെ ഹി ഭാഗന്തി ഹോ ജാത്തി ഹെ, എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? സംശയം വന്നതുകൊണ്ടാണ് അവർ വിട്ടുപോയത്. കോയിനെ കോയി വികർമ്മ കർത്തേ ഹെ, പിന്നെ ഏതെങ്കിലും വികർമ്മങ്ങൾ അവർ ചെയ്യുന്നു. ഭഗവാൻ ഉവാച്ച് കാമ മഹാശത്രു ഹെ ഇൻ പർ ജീത്ത് പാനെ സെ ഹി തും ജഗജീത്ത് ബനേങ്കം. ഈ ഭഗവാൻ ഉവാച്ച് എന്താണ്? ഗീതയിലുണ്ടല്ലോ, കാമ മഹാശത്രുവാണ്, ഇതിൽ വിജയിക്കുന്നതിലൂടെ നിങ്ങൾ എന്താകും? ജഗജീത്താകും. ജോ പാവൻ ബനേങ്കെ വഹി പാവൻ ദുനിയാമേ ചലേങ്കെ, ആരാണോ പാവനരാകുന്നത് അവർ തന്നെയാണ് പാവന ലോകത്തിലേക്ക് പോകുന്നത്. യഹം ഹൈ ഹി രാജ്യോ കി ബാത്ത്, ഇവിടെ എന്താണ്? രാജയോഗത്തിൻ്റെ കാര്യമാണ്. തും ജാക്കർ വഹാം രാജായി കരേങ്കെ, നമ്മൾ അവിടെ പോയി എന്താണ്? രാജ്യം ഭരിക്കും. बाकी जो भी आत्माएं हम वह अपना हिसाब किताब चुक्त कर वापस अपने घर चली जाएंगे. ബാക്കി ഏതൊക്കെ ആത്മാക്കളുണ്ടോ അവർ കണക്കുകളെല്ലാം തീർത്തെന്താണ്? അവരുടെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക്, തിരിച്ച് പരമധാമത്തിലേക്ക് തന്നെ പോകും. ഈ കയാമത്ത് ക സമയഹ, ഇതെന്താണ്? വിനാശത്തിൻ്റെ സമയമാണ്. अब यह बुद्धि कहती है सत्यों की स्थापना जरूर होनी है. ഇപ്പോൾ ബുദ്ധി, നമ്മുടെ ബുദ്ധി പറയാണ് സത്യത്തിൻ്റെ സ്ഥാപന തീർച്ചയായിട്ടും നടക്കണം. പാവൻ ദുനിയ സത്യോക്കോ കഹാ ജാത്താ ഹെ, പാവന ലോകം ഏതിനെയാണ് പറയുന്നത്? സത്യത്തെ. ബാക്കി സബ് മുക്തിധാമേ ചലേ ജായേ, ബാക്കി എല്ലാവരും അടുത്തേക്ക് പോകുന്ന നേരം മുക്തിധാമത്തിലേക്ക്. ഉൻകോ ഫിർ അപ്പിന പാർട്ട് റിപ്പീറ്റ് കർനാ ഹെ, അവർക്കും പിന്നീട് അവരുടെ പാർട്ട് ഏത് സമയത്താണോ അവർ വരേണ്ടത് ആ സമയത്ത് അവർ പാർട്ട് ആവർത്തിക്കണം.
റിപ്പീറ്റ് ചെയ്യണം. തുമ്പി അപ്പിനെ പുരുഷാർത്ഥ കർത്തേ രേത്തേ ഹോ, നിങ്ങളും കൂടി നിങ്ങളുടെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവൻ ബൻ ഔർ പാവൻ ദുനിയാക്ക മാലിക് ബന്നേക്കയിലെ, എന്തിനാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? നമ്മൾ പാവനരാകി പാവന ലോകത്തിൻ്റെ അധികാരികളാകാൻ വേണ്ടി. മാലിക് തു സബ് അപ്നേക്കോ സമച്ചെങ്കേന, എല്ലാവരും എന്താണ്? ഞാനും അധികാരി തന്നെയാണ്, പുതിയ ലോകത്തിൻ്റെ അധികാരിയാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രജാബി മാലിക് ഹെ, പ്രജകളും എന്തു പറയും? ഞങ്ങളും പുതിയ ലോകത്തിൻ്റെ അധികാരികളാണ്. അഭി പ്രജാബി കൈത്തേ ഹേന ഹമാര ഭാരത്, പ്രജകളും കൂടി പറയും ഭാരതം, നമ്മുടെ ഭാരതം. നമ്മൾക്ക് ആ ഒരു നാടിനോടുള്ളൊരു അഭിമാനം ഉണ്ടാവില്ല. ഞാൻ ഭാരതീയനാണ്, എൻ്റെ നാട് ഭാരതമാണ് എന്ന് പറയുമ്പോൾ അതാണ്. ബഡേത്തെ ബഡേ മനുഷ്യ സന്യാസി ആദി ബി കൈത്തേ ഹേ ഹമാര ഭാരത്, വലിയ വലിയ മനുഷ്യർ സന്യാസികളും കൂടി പറയുന്ന എന്താണ്? നമ്മുടെ ഭാരതം. തും സമജ്തേ ഹോ ഈ സമയ ഭാരത് മേ സബി നരകവാസി ഹേ, നിങ്ങൾ മനസ്സിലാക്കി ഈ സമയത്ത് എല്ലാ ഭാരതവാസികൾ എന്താണ്? നരകവാസികളാണ്. അഭി ഹം സ്വർഗവാസി ബന്നേക്കയിലെ, ഇപ്പോൾ നമ്മൾ സ്വർഗവാസി ആകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഏക രാജയോഗ സീക്ക് രഹേ ഹേ, ഈ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്തോ സ്വർഗവാസി നിഹി ബനെങ്കെ, എല്ലാവരും സ്വർഗവാസികളാവില്ല. ഏഹ് അഭി ഞാൻ ആയാ ഹേ, ഇപ്പോഴാണ് നമ്മൾക്ക് ഈ ജ്ഞാനം കിട്ടിയിരിക്കുന്നത്. വോ ലോഗ് ജോ സുനാത്തേ ഹേ ശാസ്ത്ര സുനാത്തേ ഹേ, അവർ എന്താണോ നമ്മളെ കേൾപ്പിക്കുന്നത് അതെല്ലാം അവർ ശാസ്ത്രങ്ങൾ വായിച്ചിട്ടാണ് കേൾപ്പിക്കുന്നത്. അവർക്ക് ഈ നോളജ് ഇല്ല, അവർ ഈ വേദങ്ങൾ ശാസ്ത്രങ്ങൾ എന്തൊക്കെ എഴുതി അതാണ് കേൾപ്പിക്കുന്നത്. വഹ് ഹേ ശാസ്ത്രോं की അതോറിറ്റി, അതെല്ലാം എന്താണ്? ശാസ്ത്രങ്ങളുടെ അതോറിറ്റി. ബാപ് कहते हैं ये भक्ति मार्ग के वेद शास्त्र आदि सब पढ़ने से सीढ़ी नीचे उतरते जाते हैं. ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബ പറയുകയാണ്, ഈ ഭക്തി മാർഗത്തിലെ വേദശാസ്ത്രങ്ങളെല്ലാം നമ്മൾ വായിച്ച് പഠിച്ച് എന്താണ്? പടികൾ താഴേക്ക് ഇറങ്ങി വന്നു. നമ്മളെ താഴേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു, മുകളിലോട്ട് കയറാൻ പറ്റിയില്ല, നമ്മൾക്ക് താഴേക്ക് തന്നെ വന്നു. ഈ സഭ്യ ഭക്തി മാർഗ്, ഇതെല്ലാം എന്താണ്? ഭക്തി മാർഗമാണ്. ബാപ് കഹത്തെ ഹെ ജബ് ഭക്തി മാർഗ് പൂരാ ഹോഗാ തബ് ഹി മൈ ആവൂങ്കാ. ബാബ പറയാണ്, എപ്പോഴാണ് ഈ ഭക്തി മാർഗം പൂർണ്ണമാകുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. മുझे ही आकर सब भक्तों को भक्ति का फल देना है, ഞാൻ തന്നെ എനിക്ക് തന്നെ വന്ന് എല്ലാവർക്കും ഭക്തിയുടെ ഫലം നൽകണം. മെജോറിറ്റി तो सब भक्तों की है, മെജോറിറ്റിയും ഭക്തന്മാർ തന്നെ ഈ ലോകത്തിൽ ാണ്. സബ് പുകാർത്തേ രേത്തേ ഹേ നാ ഹേ ഗോഡ് ഫാദർ, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഹേ ഈശ്വര, ഹേ ഗോഡ് ഫാദർ. ഭക്തോं के मुख से ओ गॉड फादर हे भगवान जरूर निकलेगा, ഭക്തന്മാരുടെ മുഖത്തിലൂടെ എന്താണ്? ഓ ഗോഡ് ഫാദർ, ഹേ ഭഗവാൻ എന്നുള്ള ശബ്ദം തീർച്ചയായിട്ടും വരും. അബ് ഭക്തി और ज्ञान में तो फर्क है, ഭക്തിയും ജ്ഞാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. തുമാരി മുഖസേ കഭി, നിങ്ങളുടെ മുഖത്തിലൂടെ ഒരിക്കലും എന്ത് പറയാൻ പാടില്ല. ബാബ തുടക്കത്തിൽ പറഞ്ഞു, മുരളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സാരാംശത്തിൽ തന്നെ പറഞ്ഞു. ഏതാണ്? ഹേ ഈശ്വർ, ഹേ ഈശ്വര, ഹേ ഭഗവാൻ. യഹ് അക്ഷർ നിഹി നികലെങ്കെ, നമ്മൾക്ക് ഈ ശബ്ദം നമ്മൾക്ക് വരില്ല. ഹേ ഈശ്വര എന്നുള്ള ആ ശബ്ദം വരില്ല. മനുഷ്യർക്കോ തോ യഹ് ആധാ കൽപ്പ കി പ്രാക്ടീസ് പഠി ഹുയി ഹേ, മനുഷ്യർക്കാണെങ്കിൽ ഇത് അരക്കൽപ്പത്തിൻ്റെ പ്രാക്ടീസ് ആയിരിക്കുന്നു. തും ജാൻതേ ഹോ വോ തോ ഹമാര ബാപ് ഹേ തുംകോ ഹേ ബാബ തോടെ ഹി കർണാ ഹേ, നമ്മൾക്കറിയാം അവർ നമ്മുടെ ബാബയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഹേ ബാബ നമ്മൾ ഒരിക്കലും പറയരുത്. ബാപ്സെ തോ തുംകോ വർഷ ലേനാ ഹേ, ബാബയിൽ നിന്ന് നിങ്ങൾ സ്വത്തെടുക്കണം. പഹലെ തോ നിശ്ചയ ഹേ ഹം ബാപ്സെ വർഷ ലേത്തേ ഹേ, ആദ്യം ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മൾ ബാബയിൽ നിന്നും സ്വത്തെടുക്കുന്നു. ബാബ് ബച്ചോं को वर्षा लेने का अधिकारी बनाते हैं, ബാബ കുട്ടികൾക്ക് കുട്ടികളെ സ്വത്തെടുക്കാനുള്ള അധികാരികളാക്കുകയാണ്. ഏത്തോ സച്ച ബാബ് ഹേന, ഇവർ നമ്മുടെ സത്യ ബാബയല്ലേ. ബാബ് ജാൻതേ ഹേ ഹമാരെ ബച്ചേ ഹേ ജിൻഹോ കോ ഹം ജ്ഞാൻ അമൃത് പിലായേ, ബാബക്കറിയാം ഇതെൻ്റെ കുട്ടികളാണ്, അവർക്ക് ഞാൻ അമൃതം കഴിപ്പിക്കണം. ജ്ഞാന ചിതാപ്പർ ബിഠായേ ഘോർ നീന്ത് സെ ജഗായേ സ്വർഗമേ ലേ ജാത്താഹും, അവരെ ജ്ഞാനചിതയിലിരുത്തി ഘോരനിദ്രയിൽ നിന്ന് ഉണർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ബാപ്നെ സമച്ചായ ഹേം ആത്മായം വഹാം ശാന്തിദാം और सुगदाम में रहती है,
ബാബ മനസ്സിലാക്കി തന്നിരിക്കുന്നു, ആത്മാക്കൾ അവിടെ ശാന്തിധാമത്തിലും സുഖധാമത്തിലും വസിക്കുന്നു. സുഖധാം കോ കഹാ ജാത്താ ഹെ വൈസ്ലെസ് വേൾഡ്. സുഖധാമത്തെയാണ് പറയുന്നത് നിർവികാരി ലോകം. സമ്പൂർണ്ണ നിർവികാരി ദേവതായ ഹേന. സമ്പൂർണ്ണ നിർവികാരികളാരായിരുന്നു? ദേവതകളായിരുന്നു. അവർ വക് ഹെ സ്വീറ്റ് ഹോം. അതാണ് നമ്മുടെ മധുരമായ വീട്. तुम जान गए हो कि हमारा होम वही है. हम एक्टर्स उस शांति धाम से आते हैं. हम पार्ट बजाने. നമ്മൾക്കറിയാം നമ്മുടെ ഹോം, നമ്മുടെ വീട് അതാണ്. നമ്മൾ അഭിനേതാക്കൾ ആ ശാന്തിധാമത്തു നിന്ന് വന്നിരിക്കുന്നതിനാണ് ഇവിടെ പാർട്ട് അഭിനയിക്കാം. ഹം ആത്മായം യഹാക്കെ രഹവാസി നിഹി ഹേ. നമ്മൾ ആത്മാക്കൾ ഇവിടെ വസിച്ചവരല്ല, ഇവിടുത്തെ വസിക്കുന്നവരല്ല. വഹ് പ്രാക്ടീസ് यहाँ के रहवासी होते हैं. वह एक्टर्स यहाँ के रहवासी होते हैं. ആ ആക്ടേഴ്സിൽ ഇവിടുത്തെ വാസികളാണ്. സിർ ഘർ സെ ആക്കർ ഡ്രസ് ബദൽക്കർ പാട്ട് ബജാത്തെ ഹെ. ആണ് അവർ വീട്ടിൽ നിന്ന് വന്ന്, മറ്റുള്ള ലൗകിക ഡ്രാമയിലുള്ളവർ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ചാക്കി പാർട്ട് അഭിനയിക്കുന്നു. തും തോ സമജ്തേ ഹോ ഹമാര ഘർ ശാന്തിധാം ഹെ. പക്ഷെ നമ്മളുടെ വീട് എവിടെയാണ്? ഈ ലോകത്തിലല്ല. നമ്മുടെ വീട് എവിടെയാണ്? ശാന്തിധാമത്തിൽ. മറ്റുള്ള നാടകത്തിൽ അഭിനയിക്കുന്നവരെ ആക്ടേഴ്സിൻ്റെ എല്ലാം വീട് ഈ ലോകത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട് എവിടെയാണ്? ശാന്തിധാമം. വഹാം ഹം ഫിർ വാപ്പസ് ജാത്തെ ഹെ. നമ്മൾ അവിടത്തേക്കാണ് തിരിച്ച് പോകുന്നത്. ജബ് സബി ആക്ടേഴ്സ് സ്റ്റേജ് पर आ जाते हैं തബ് ഫിർ ബാപ് പാക്കർ സബിക്കോ ലേ ജായെങ്കെ. എപ്പോഴാണോ എല്ലാ ആക്ടേഴ്സും ഈ സ്റ്റേജിലേക്ക് വരുന്നത്, അപ്പോൾ പിന്നീട് ബാബ വന്ന് എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകും. ഇസ്ലേ ഉൻകോ ലിബറേറ്റർ ഗൈഡ് ബി കഹാ ജാത്താ ഹെ. അതുകൊണ്ട് അവരെ ലിബറേറ്റർ, മുക്തിദായകൻ അഥവാ വഴികാട്ടി എന്നും കൂടി പറയുന്നു. ദുഃഖ ഹർത്ത സുഖകർത്ത ഹെ തോ ഇതനെ സബ് മനുഷ്യ കഹാം ജായെങ്കെ. പിന്നീട് ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവരാണ്. അപ്പോൾ ഇത്രയും മനുഷ്യർ എവിടത്തേക്ക് പോകും? വിചാർ കരോ പതിത് പാവൻ കോ ബുലാത്തെ ഹെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പതിത പാവനെയാണ് വിളിക്കുന്നത്. ഹിസ്ലിയെ, എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പിനി മൗത്ത് ഖേലിയെ ദുഃഖ കി ദുനിയാമേ രഹിന നിഹി ചാത്തെ ഹെ. നമ്മുടെ മരണത്തിലേക്ക് വേണ്ടി, അതാണ് ഈ ദുഃഖത്തിൻ്റെ ലോകത്തിൽ താമസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലേ കഹത്തെ ഹേ ഘർ ചലോ. അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിലേക്ക് പോകൂ. എസ് മുക്തി കോ ഹി മാന്യ വാല ഹെ. ഇവരെല്ലാവരും മുക്തിയെ മാനിക്കുന്നവരാണ്. ഭാരത് ക പ്രാചീൻ രാജയോഗ ബി കിത്തന മഷൂർ ഹെ. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം കൂടി എത്ര ഫേമസ് ആണ്. വിലായത്ത് മേ ബി ജാത്തെ ഹെ പ്രാചീൻ രാജയോഗ സിഖലാനെ. വിദേശത്തും കൂടി പോകുന്ന എന്താണ്? ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പഠിപ്പിക്കാൻ. മനുഷ്യക്കോ സന്യാസോ കി കഫനി ദേക്ക് ഉൻഹോക്കോ കിത്തന മാൻ ദേത്തെ ഹെ. മനുഷ്യർ ഈ സന്യാസിമാരുടെ കാഷായ വസ്ത്രം കണ്ട് അവർക്ക് എത്രമാത്രം ആദരവാണ് കൊടുക്കുന്നത്. ബൗദ്ധധർമ്മമേ ബി സന്യാസിയോക്കോ കഫനി പഹനി ഹുയി ദേക്ക് ഉൻകോ മാൻതേ ഹെ. ബുദ്ധധർമ്മത്തിൽ അവരും കൂടി സന്യാസിമാരെ, അതാണ് കാഷായ വസ്ത്രം ധരിച്ചവരെ കണ്ട് അവരെ നന്നായിട്ട് ആദരിക്കുന്നു. സന്യാസി തോ ബാദ്മേ ഹോത്തേ ഹെ. സന്യാസികളെല്ലാം പിന്നീടാണ് വന്നത്. ബൗദ്ധധർമ്മം മേ ബി ശുരുമേ കോയി സന്യാസി നിഹി ഹോത്തേ ഹെ. ബുദ്ധധർമ്മത്തിലും കൂടി ആരംഭത്തിൽ ഏതൊരു സന്യാസിയും ഉണ്ടായിരുന്നില്ല. ജബ് പാപ് ബഡ്താ ഹെ ബൗദ്ധധർമ്മമേ തബ് സന്യാസ ധർമ്മ സ്ഥാപൻ ഹോത്താ ഹെ. എപ്പോഴാണോ പാപം വർദ്ധിക്കുന്നത് അപ്പോഴാണ് ബുദ്ധധർമ്മത്തിലും കൂടി എല്ലാറ്റിലും സന്യാസ ധർമ്മം സ്ഥാപിക്കുന്നത്. സന്യാസ് ഹോത്താ ഹെ ശുരുമേ തോ വഹ് ആത്മ ഊപ്പർ സെ ആത്തി ഹെ. ആരംഭത്തിൽ ആത്മാക്കളെല്ലാം മുകളിൽ നിന്ന് വരുന്നു. ഉനിക്ക് സംഖ്യ ആത്തി ഹെ. അവരുടെ സംഖ്യകളെല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് വരും. ശുരുമേ സന്യാസ് സിഖലാക്കർ ക്യാ കരേങ്കെ സന്യാസ് ഹോത്താ ഹെ ബാദ് മേ. ബാബ മനസ്സിലാക്കി തരികയാണ്, ആരംഭം തന്നെ സന്യാസം പഠിപ്പിച്ചിട്ട് എന്താണ് ചെയ്യുക? അതുകൊണ്ട് സന്യാസം ചെയ്യുന്നത് പിന്നീടാണ്, ശേഷമാണ്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ്. യഹ് ബി യഹാം से कॉपी करते हैं
ഇതും കൂടി ഇവിടെ നമ്മളതാണ് അവർ കോപ്പി ചെയ്യുന്നത്. ക്രിസ്ത്യൻ മേ ബി ബഹുത്ത് ഹേ ജോ സന്യാസിയോं का मान रहते हैं. ക്രിസ്ത്യൻസിലും ധാരാളം പേരുണ്ട്, അവർ സന്യാസിമാർക്ക് വളരെയധികം ആദരവ് കൊടുക്കുന്നു. കഫനി കി ജോ പഹർ വൈസ് ഹേ വഹ് ഹഡിയോഗിയോं की है. ഈ കാഷായ വസ്ത്രത്തിൻ്റെ വേഷവിധാനങ്ങളിലുണ്ടല്ലോ അത് ആരുടേതാണ്? ഹഠയോഗികളതാണ്. തുംകോ തോ ഘർബാർ ചോടിന നഹി ഹേ. നമ്മൾ വീടൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ന കോയി സഫേദ് കപ്പടെ ക ബന്ധൻ ഹേ പരന്തു സഫേദ് അച്ഛാ ഹേ. ഇനി നമ്മൾക്ക് സഫേദ് വസ്ത്രത്തിൽ വെള്ള വസ്ത്രത്തിൻ്റെ ബന്ധനവും ഇല്ല, പക്ഷേ വെള്ള നല്ല ശുഭസൂചനയാണ്, നല്ലത്, വെള്ള നല്ലതാണ്. തും ബട്ടി മേ രഹോ തോ ബി ഡ്രസ് ബി എഹ് ഹോഗേ. നമ്മൾ ബട്ടിയിൽ ഇരിക്കുമ്പോഴും കൂടി എന്താണ്? ഡ്രസ്സും കൂടി എന്താണ്? വൈറ്റ് ഡ്രസ്സാണ്. ഇത് നല്ല യോഗത്തിനെല്ലാം പറ്റുന്ന എന്താണ്? വൈറ്റ് ഡ്രസ്സാണ്. ആജ്കൽ സഫീദ് ബഹുത്ത് പസന്ത് കർത്തേ ഹേ. ഇന്നത്തെ കാലത്ത് ധാരാളം പേര് വൈറ്റ് ഒരു ഫാഷനായിട്ടുണ്ടല്ലോ, എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് ഇപ്പോൾ കുറേ പേര് ധരിക്കുന്നത്. അതെ, മനുഷ്യ മർത്തേ ഹേ തോ ബി സഫീദ് ചാദർ ഡാൽത്തേ ഹേ. അവർക്ക് അവരുടെ ശവത്തിൻ്റെ മുകളിൽ എന്താണ്? വൈറ്റാണ് പുതപ്പിക്കുന്നത്. തുമ്പി അഭി മർജീവ ബനേ ഹേ തോ സഫേദ് ഡ്രസ് അച്ചി ഹേ. അതേപോലെ നമ്മളും ഇപ്പോൾ മർജീവികളായതാണ്. കലിയുഗത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞു, നമ്മൾ സംഗമത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളും എന്താണ്? ഈ വെള്ള ഡ്രസ്സ് നമ്മൾക്കിഷ്ടമാണെന്ന്. तो पहले कोई को भी बाप का परिचय देना है. ആദ്യം നമ്മൾ ആർക്ക് വേണമെങ്കിലും ബാബയുടെ പരിചയം നൽകണം. ദോ ബാപ്പ് ഹേ യഹ് ബാത്തെ സമജ്നെ മേ ടൈം ലേത്തെ ഹേ. രണ്ടച്ഛനാണുള്ളത്, ഒന്ന് നമ്മുടെ ലൗകിക അച്ഛൻ, ഒന്ന് നമ്മുടെ പാരലൗകിക അച്ഛൻ. നമ്മുടെ അച്ഛനും കൂടി വിഷമം വരുമ്പോൾ ഏതച്ഛനെയാണ് ഓർമ്മിക്കുന്നത്? പാരലൗകിക അച്ഛനെ തന്നെയാണ്. ഈ ബാത്തെ സമജ്നെ മേ ടൈം ലേത്തെ ഹേ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. പ്രദർശനിയമേ ഇത്തനാ സമച്ചാൻ നഹി സക്കേങ്കെ. എക്സിബിഷനിലൊന്നും നമുക്ക് ഇത്രയും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. അവിടെ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. സത്യുമേ ഹോത്താ ഹേ ഏക് ബാപ്പ്. സത്യത്തിൽ നമ്മൾക്കൊറ്റൊരച്ഛനേ ഉള്ളൂ, ലൗകിക അച്ഛൻ മാത്രം. ഈ സമയത്ത് തുംകോ തീൻ ബാപ്പ് ഹേ. ഈ സമയത്ത് നമ്മൾക്ക് 3 അച്ഛനുണ്ട്. ക്യോങ്കി ഭഗവാൻ ആത്തേ ഹേ പ്രജാപിത ബ്രഹ്മാക്ക് തന്മേ. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ വരുന്നത് തന്നെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ്. വഹ്ബി തോ ബാപ്പ് ഹേ സബ്ക. അവരും കൂടി എല്ലാവരുടെയും അച്ഛനാണ്, പ്രജകളുടെ പിതാവ്. ലൗകി ബാപ്പി ഹേ. അച്ഛാ അബ് തീനോ ബാപ്പ് സേ ഊഞ്ച് വർഷ കിസ്ക. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 അച്ഛനുണ്ട്, അപ്പോൾ ഈ 3 അച്ഛനിലും കൂടി ഉയർന്ന സ്വത്ത് നമ്മൾക്ക് ആരുടേതാണ് ലഭിക്കുന്നത്? നിരാകാർ ബാബ് വർഷ കൈസെ ദേ. നിരാകാരനായ ബാബ എങ്ങനെയാണ് സ്വത്ത് നൽകുന്നത്? വഹ് ഫിർ ദേത്തെ ഹേ ബ്രഹ്മദ്വാര. അവർ തരുന്നത് ആരിലൂടെയാണ്? ബ്രഹ്മാവിലൂടെ. ഈ ചിത്ര പർ തും ബഹുത്ത് അച്ചി രീതി സമച്ചാ സക്തേ ഹോ. ഈ ചിത്രത്തിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ശിവ് ബാബ നിരാകാർ ഹേ और यह പ്രജാപിത ബ്രഹ്മ ആദിദേവ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. നമ്മൾ ത്രിമൂർത്തി ചിത്രം കാണുമ്പം ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന, ശങ്കറിലൂടെ വിനാശം. ഇതാണ് പറയുന്നത് ബാബ. പ്രജാപിത ബ്രഹ്മാവ് ആദിദേവനാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. എല്ലാ ധർമ്മത്തിൻ്റെ ആദിപിതാവാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. നമ്മൾ അച്ചാച്ചൻ്റെയും അച്ചാച്ചൻ, അതാണ് ഗ്രേറ്റ്. ബാബ് കഹത്തെ ഹേ മുझे शिव को तुम ग्रेट ग्रैंड फादर नहीं कहेंगे. ശിവനെ നമ്മൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയില്ല. മൈ സബി കാ ബാപ്പ് ഹും. ഞാൻ എല്ലാവരുടെ അച്ഛനാണ്. ആര്? ശിവ് ബാബ. യഹ് ഹേ പ്രജാപിത ബ്രഹ്മ. ഇവരാണ് പ്രജാപിത ബ്രഹ്മ. തും ഹോഗയെ സബ് ബഹൻ ഭായി. നമ്മളെല്ലാവരും ആരാണ്? സഹോദരിയും സഹോദരനും. ബൾ സ്ത്രീ പുരുഷ ഹേ പരന്തു ബുദ്ധി സെ ജാനത്തെ ഹേ ഹം ഭായി ബഹൻ ഹേ. അവർ പക്ഷേ പത്നി ആയിരിക്കും, പക്ഷേ ബുദ്ധി കൊണ്ട് അവർ മനസ്സിലാക്കും എന്താണ്? ഞങ്ങൾ സഹോദരിയും സഹോദരനാണ്. ബാപ്സെ വർഷ ലേത്തെ ഹേ. ബാബിയിൽ നിന്നും സ്വത്തെടുക്കുന്നു. ബായി ബഹൻ ആപ്പസ് മേ ക്രിമിനൽ അസോൾട്ട് കർ ന സക്കെ. സഹോദരിയും സഹോദരനും പരസ്പരം ഒരിക്കൽ എന്താണ്? ക്രിമിനൽ അസോൾട്ട്, അപവിത്രമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യില്ല. അഗർ दोनों की आपस में विकारी दृष्टि खींचते हैं तो फिर गिर पड़ते हैं.
ഇനി രണ്ടു പേർക്കും പരസ്പരം വികാരി ദൃഷ്ടി അവരെ ആകർഷിക്കുകയാണെങ്കിൽ പിന്നീട് അവർ വീണു പോകും. അവരുടെ പുരുഷാർത്ഥമെല്ലാം താഴേക്ക് പോയി അല്ലാണ്ട് അവർ നിലം പതിച്ചു പോകുന്നു. ബാപ്പ് കോ ഭൂൽ ജാത്തെ ഹെ, ബാബയെ അവർ മറന്നു പോകുന്നു. ബാപ്പ് കഹത്തെ ഹെ തും ഹമാരാ ബച്ച ബൻ ഫിർ മുഖ കാല കർത്തെ ഹോ. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കുട്ടികളായിട്ടും കൂടി എൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നല്ല. എൻ്റെ പെരുദോഷം മുഖത്ത് കരിവാരി തേച്ചു. മുഖ കാലാകർത്തം എന്ന് പറഞ്ഞാൽ മുഖം കറുപ്പിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പേരുദോഷം വരുത്തുക. ബെഹദ് കാ ബാബ് ബച്ചോങ്കോ ബൈട്ട് സമച്ചാത്തേ ഹെ, പരിധിയില്ലാത്ത ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. തുംകോ ഹെ നഷ ചടാ ഹുവാ ഹെ ജാൻതേ ഹോ ഗൃഹസ്ഥ വ്യവഹാർ മേ ബി രഹ്നാ ഹെ. നിങ്ങൾക്ക് ഈ ലഹരി കയറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഈ കുടുംബ വ്യവഹാർ തന്നെ നമ്മൾ ഇരിക്കണം, താമസിക്കണം. ലൗകിക സംബന്ധിയോ കോബി മുഖ് ദേനാ ഹെ തോട് നിഭാനാ ഹെ. ബാബ പ്രധാനപ്പെട്ട ഒരു കാരണം, ലൗകിക സംബന്ധികൾക്കും കൂടി മുഖം കൊടുക്കണം. അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു കളയാൻ പാടില്ല. പിന്നെ അവരുമായിട്ടുള്ള ബന്ധം പുലർത്തണമെന്ന്. തോട് നിഭാൻ നോളജിൽ വന്നു എന്ന് കുറച്ച് അവരെ കാണുമ്പോൾ ഇല്ല മിണ്ടണ്ട, എന്താ മിണ്ടുന്നില്ല, അവരേതോ ഒരു ക്ലാസ്സിൽ പോകുന്നുണ്ട് പോലും, അത് പാടില്ല. നമ്മൾക്ക് അവർ കൂടുതൽ നമ്മൾ എന്ത് വേണം? അവരോട് സ്നേഹഭാവം. ലൗകിക് ബാപ്പ് കൊത്തോ തും ബാപ്പ് കഹെങ്കേന, ലൗകിക അച്ഛനെ നമ്മൾ അച്ഛൻ എന്നല്ലേ പറയുക. ഉൻകൊത്തോ തും ബായി നിഹി കഹ സക്തേ ഹോ, നമ്മൾക്ക് അവർ സഹോദരൻ എന്ന് പറയാൻ പറ്റുമോ അച്ഛനാ? ഇല്ല. ഓർഡിനറി വേ മേ ബാപ്പ് കോ ബാപ്പ് ഹി കഹെങ്കെ. ഓർഡിനറി വേ, സാധാരണ നിലയിൽ നമ്മൾ എന്താണ് അച്ഛനെ അച്ഛൻ തന്നെ പറയും. ബുദ്ധി മേ ഹി ഹമാര ലൗകിക് ബാപ്പ് ഹെ, ബുദ്ധിയിലുണ്ട് നമ്മുടെ ലൗകിക അച്ഛനാണ്. ഞാൻ തോ ഹേന, നമ്മൾക്ക് എന്തുണ്ട്? ഞാനും ഉണ്ടല്ലോ. ഏക്ക് ഞാൻ ബഡാ വിചിത്ര ഹെ, ഈ ഞാനും ഉണ്ടല്ലോ വളരെ വിചിത്രമാണ്. ആജക്കൽ കർക്കെ നാംബി ലേ ലേത്തെ ഹെ പരന്തും कोई विस्टर आदि बाहर के आदमी के सामने बाई कह दो तो वह समझेंगे इनका माता खराब हुआ है. പറയാണ് ചിലവരെന്താണ് ഇന്നത്തെ കാലത്ത് എന്താണ് പേരെടുക്കുന്നത്. പക്ഷെ ചിലവരുണ്ടല്ലോ വിസിറ്റേഴ്സ് വന്നാൽ അവരെന്താണ് ബാഹർക്കെ ആത്മീയാണ്. പുറമേയുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എന്താണ് പറയുന്നത്? ബായി കൈതോ. അവൻ മനസ്സിലാക്കി ഇവരുടെ തല ചീത്തയായി പോയിട്ടുണ്ടല്ലോ, ഇവരെന്താണ് ഇങ്ങനെ വിളിക്കുന്നവരാ എന്ന്. ബായിയ എന്ന് അത് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ബാബ. മത്തക്കര ഇസ്മേ ബഡി യുക്തി ചാഹിയേ, ഇതിൽ വളരെ യുക്തി വേണം. തുമാര ഗുപ്ത ജ്ഞാൻ ഹേ ഗുപ്ത സംബന്ധ ഹേ, നിങ്ങളുടെ ജ്ഞാനവും വളരെ ഗുപ്തമാണ്, വളരെ സീക്രട്ടാണ്. നിങ്ങളുടെ സംബന്ധവും വളരെ ഗുപ്തമാണ്. ഇസ്മേ ബഡ യുക്തി സെ ചൽനാ ഹേ, ഇതിൽ വളരെ യുക്തിപൂർവ്വം നടക്കണം. ലേക്കിൻ ഏക് ദോക്കോ റിഗാർഡ് ദേന അച്ഛാ ഹേ, പക്ഷേ നമ്മൾ പരസ്പര ആദരവ് കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ലൗകിക് സേബി തോട് നിഭാനാഹേ, ലൗകിക ബന്ധുക്കളോട് കൂടി നന്നായിട്ട് ബന്ധം പുലർത്തണം. ബുദ്ധി ചലി ജാനി ചാഹ്യ ഓപ്പർ, പക്ഷേ ബുദ്ധി എവിടത്തേക്കാണ് പോകേണ്ടത്? മുകളിലേക്ക്. നമ്മളെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മുടെ കുടുംബത്തിനെ നോക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷേ ബുദ്ധിയുടെ കണക്ഷൻ മാത്രം ആരോടായിരിക്കണം? ബാബയോട്. ഹം ബാബാ സെ വർഷ ലേ രഹേ ഹെ, ബാബയിൽ നിന്ന് സ്വത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ചാച്ചേക്കോ ചാച്ചേക്കോ ചാച്ച ബാപ്കോ ബാപ്പ് കഹന പടേഗ. ഇളയച്ചനെ ഇളയച്ചൻ തന്നെ പറയണം, അച്ഛനെ അച്ഛൻ തന്നെ പറയണം. ജോ ബി കെ നിഹി ബനേ ഹേ തോ വഹ് ബായി ബഹൻ നിഹി സമച്ചെങ്കെ. ആരാണ് ബി കെ ആകാത്തത്, ബ്രഹ്മകുമാരനും കുമാരികളാകാത്തവർ, അവർ സഹോദരിയും സഹോദരനെന്ന് മനസ്സിലാക്കില്ല. ജോ ബ്രഹ്മകുമാർ കുമാരിയാം ബനേ ഹേ വഹി ഇൻ ബാത്തോക്കോ സമച്ചെങ്കെ. ആരാണോ ബ്രഹ്മകുമാരനും കുമാരികളായിരിക്കുന്നത് അവരാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ബാഹർ വാലെ തോ പഹലെ സുൻകർ ചമക്കെങ്കെ. പുറമേ ഉള്ളവരിത് ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോവും. എന്താ ഇവർ പറയുന്നത്? സഹോദരി സഹോദരനാ, എന്താ അവർക്കൊരു അതിശയം തോന്നും. ഇസ്മേ സമച്ചിനേക്ക് ബഡി അച്ചി ബുദ്ധി ചാഹിയേ, ഇതിൽ മനസ്സിലാക്കാൻ വളരെ നല്ല ബുദ്ധി ആവശ്യമാണ്. ബാബ് തും ബച്ചോക്കോ വിശാല ബുദ്ധി ബനാത്തേ ഹേ, ബാബ നിങ്ങൾ കുട്ടികൾ വിശാല ബുദ്ധിയുള്ളവരാക്കുന്നു. തും പഹലെ ഹദ് കി ബുദ്ധി മേ ഥേ. പണ്ട് നമ്മുടെ ബുദ്ധി എന്തായിരുന്നു? വളരെ ലിമിറ്റ്, ഇടുങ്ങിയ ബുദ്ധിയായിരുന്നു, വിശാല ബുദ്ധിയല്ല.
അബ് ബുദ്ധി ചലി ജാത്തി ഹെ ബെഹദ് മേ, ഇപ്പോഴെന്താണ് വളരെ വിശാല പരിധിയില്ലാത്ത ബുദ്ധിയായി. ഹമാര വഹ് ബെഹദ് കാ ബാബ് ഹെ, നമ്മളത് അവർ പരിധിയില്ലാത്ത ബാബയാണ്. യെ സബ് ഹമാരെ ഭായി ബഹൻ ഹെ, ഇത് ബാക്കി എല്ലാവരും എൻ്റെ സഹോദരിയും സഹോദരനുമാണ്. ബാക്കി സംബന്ധമേത്തോ ബഹുക്കോ ബഹു സാസുക്കോ സാസു കഹെങ്കെ ബഹൻ തോടെ ഹി കഹെങ്കെ. ബാബ പറയാണ് ബാക്കിയുണ്ടല്ലോ നമ്മുടെ സംബന്ധം, ലൗകിക സംബന്ധം ഉണ്ടല്ലോ, ബഹുവിനെ ബഹു തന്നെ. ബഹു എന്ന് വെച്ചാൽ പുത്രവധു, പുത്രൻ്റെ വധുവിനെയാണ്, പുത്രൻ്റെ വൈഫിനെയാണ് പറയുന്നത് ബഹു. ബഹുവിനെ ബഹു തന്നെ പറയണം. സാസു അമ്മായിയമ്മേനെ അമ്മായിയമ്മ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ബഹൻ എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ദേഷ്യം വരില്ല, എന്ത് ബഹനാ എന്നതാ, അതാണ് ബഹൻ തോടെ ഹി കഹെ. ആത്തെ തോ ദോനോ ഹേ ഘർ മേ രേത്തെ ബി ബഡി യുക്തി സെ ചലന ഹോഗ. പറയാണ് വീട്ടിലിരിക്കെ വളരെ യുക്തിപൂർവ്വം നടക്കണം. അമ്മായിയമ്മയും ഉണ്ടാവും, ബഹു ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ വളരെ യുക്തി ഉണ്ടായിരിക്കണം എന്ന്. ലോക സംഘർക്കോപി ദേക്കിനവിടെ നമ്മൾ ലോകമര്യാദയുണ്ട്, ലോക പൊതുജനങ്ങളെ ലോകരെ നോക്കണം. അവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഡിസർവീസാണ്. അതാണ് പറയുന്നത് ബാബ. നെഹിത്തോ വഹ് ലോക് കഹെങ്കെ യെ പതി കോ ബായി സാസുക്കോ ബഹൻ കൈദേത്തെ യെ ക്യാ സീഖ്തേ ഹേ. ഇല്ലെങ്കിൽ അവർ പറയും ഇവരെന്താണ് പതിനെ ബായി എന്ന് പറയുന്നത്, അമ്മായിയമ്മേനെ സഹോദരി എന്ന് പറയുന്നത്, ഇതെന്താ ഇവർ പഠിക്കുന്നത്? യെ ക്യാ സീഖ്തേ ഹേ. യഹ് ജ്ഞാൻ കി ബാത്തേ തോ തും ഹി ജാനോ ഔർ നാ ജാനെ കോയി. ഈ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും ഇത് അറിയില്ല. കൈത്തേ ഹേന തുമാരി ഗതി മതി തും ഹി ജാനോ. പറയാൽ ഈശ്വര, നിങ്ങളുടെ ഗതിയും മതവും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അബ് തും ഉസ്കെ ബച്ചേ ബനേഹത്തോ തുമാരി ഗതി മതി തും ഹി ജാനോ. ഇപ്പോൾ നമ്മൾ അവരുടെ കുട്ടികളായിരിക്കുന്നു, ആ ഈശ്വരൻ്റെ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഗതിയും മതവും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. തും ഹി ജാനോ ബഡാ സംഭാൽക്കർ ചലന പെടുത്താ ഹെ. വളരെ സൂക്ഷിച്ച് നടക്കണം എന്നാണ് പറയുന്നത് ബാബ. കഹാം കോയി മുഞ്ചെ നെഹി, എവിടെയും യാതൊരു കൺഫ്യൂഷനും സംശയവും വരാൻ പാടില്ല. तो प्रदर्शनी में भी तुम बच्चों को पहले पहले समझाना है कि हमको पढ़ाने वाला ഭഗവാൻ ഹേ. എക്സിബിഷനിലും കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് എന്താണ്? നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. അബ് ബതാവോ ബഹു കോൻ ഹേ. ഇപ്പോൾ നിങ്ങൾ പറയൂ അവർ ആരാണ്? നിരാകാർ ശിവ് യാ ശ്രീകൃഷ്ണ. ചോദിക്കണം, നിരാകാരന് ശിവനാണോ അല്ല ശ്രീകൃഷ്ണനാണോ? ശിവജയന്തി കെ ബാദ് ഫിറാത്തി ഹേ കൃഷ്ണ ജയന്തി. ശിവജയന്തിക്ക് ശേഷം വരുന്നതാണ് കൃഷ്ണ ജയന്തി. ക്യോങ്കി ബാബ് രാജയോഗ സിഖലാത്തെ ഹെ. എന്തുകൊണ്ടെന്നാൽ ബാബ രാജയോഗം പഠിപ്പിക്കുകയാണ്. ശിവബാബ വന്ന ഉടനെ നമ്മൾക്ക് രാജയോഗം പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിലൂടെയാണ് നമ്മൾ എന്താകുന്നത്? ശ്രീകൃഷ്ണനാകുന്നതാണ് പറയുന്നത് ബാബ. ബച്ചോങ്കി ബുദ്ധിമേ ആയാന. കുട്ടിയുടെ ബുദ്ധിയിൽ ഇതെല്ലാം വന്നുവല്ലോ എന്ന്. ജബ് തക്ക് ശിവ പരമാത്മ ന ആയേ ശിവജയന്തി മനാ ന സഖേ. ഏതുവരെക്കും ശിവബാബ വരുന്നില്ല അതുവരെക്കും നമുക്ക് ശിവജയന്തി ആഘോഷിക്കാൻ സാധ്യമല്ല. ജബ് തക്ക് ശിവ് ആക്കർ കൃഷ്ണപുരി സ്ഥാപൻ ന കരേ തോ കൃഷ്ണ ജയന്തി ബി കൈസെ മനായി ജായേ. ഏതുവരെക്കും ബാബ വന്ന് കൃഷ്ണപുരി സ്ഥാപിക്കുന്നില്ല, അപ്പോൾ കൃഷ്ണ ജയന്തിയും കൂടി നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുക? കൃഷ്ണ കാ ജന്മത്തോ മനാത്തെ ഹേ പരന്തു സമജ്തേ തോടെ ഹി ഹേ. കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. കൃഷ്ണ പ്രിൻസ് താ തോ ജരൂർ സത്യുഗമേ പ്രിൻസ് ഹോഗാന. കൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു, എവിടെയായിരിക്കും? തീർച്ചയായിട്ടും സത്യുഗത്തിലായിരിക്കുമല്ലോ, വേറെ എവിടെയായിരിക്കുമല്ലോ അവർ, അവിടെയാണ് അവർ പ്രിൻസ് ആകുന്നത്. കൈത്തേ ബി ഹേ കൃഷ്ണപുരി ഔർ ഹേ കംസപുരി. അത് കൃഷ്ണപുരിയാണ്, ഇത് കംസപുരി എന്നാണ്. കംസപുരി ഖതം ഹുയി ഫിർ കൃഷ്ണപുരി സ്ഥാപൻ ഹുയിന. കംസപുരി എല്ലാം സമാപ്തമായി നശിച്ച് പിന്നീടാണ് കൃഷ്ണപുരി സ്ഥാപിക്കുന്നത്. ഹോത്തി ഭാരത് മേ ഹി ഹെ. ഇതെല്ലാം സംഭവിക്കുന്നവിടെയാണ്, ഭാരത് തന്നെയാണ്. നയി ദുനിയാമേ തോടെ ഹി കംസ് ആദി ഹോ സക്തേ ഹെ. പുതിയ ലോകത്തിൽ ഒരിക്കലും കംസനൊന്നും ഉണ്ടാവില്ല. കംസപുരി കഹാ ജാത്താ ഹെ കലിയുഗോ. കംസപുരി എന്ന് പറയുന്നതിനെയാണ്, കലിയുഗത്തിനെയാണ്. യഹാം തോ ദേഖോ കിത്തനെ മനുഷ്യ ഹേ. ഇവിടെ നോക്കൂ എത്രമാത്രം മനുഷ്യരാണ്.
സത്യുഗമേ തോടെ ഹോത്തേഹി, സത്യുഗത്തിൽ എത്രയാണ്? 9 ലക്ഷം. ഇവിടെ എത്രയാണ്? 750 കോടി ഏകദേശം. അത്ര ജനസംഖ്യയാണ് ഈ പഴയ ലോകത്തിൽ. അതാണ് പറയുന്നത് ബാബ, അവിടെ എത്ര കുറച്ച് പേരാണ്. ദേവതാനെ കോയി ലഡായി നെഹി കി, കൃഷ്ണപുരി കഹോ അഥവാ വിഷ്ണുപുരി കഹോ, ദേവി സമ്പ്രദായ് കഹോ, ആസുരി സമ്പ്രദായ് യഹാം ഹേ. ബാബ പറയാണ്, ദേവതകൾ യാതൊരു യുദ്ധവും ചെയ്തിട്ടില്ല. പറയല്ലേ അവർ യുദ്ധം ചെയ്തു എന്നെല്ലാം പറയൽ. കഥകളിൽ അങ്ങനെയല്ലേ പറഞ്ഞു, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു എന്ന്. പക്ഷേ അവരൊന്നും യുദ്ധം ചെയ്തിട്ടില്ല. കൃഷ്ണപുരി എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ, വിഷ്ണുപുരി എന്നും പറഞ്ഞോളൂ, ദേവീ സമ്പ്രദായം എന്ന് പറഞ്ഞോളൂ. ആസുരി സമ്പ്രദായം എവിടെയാണെന്ന്? ഈ കലിയുഗത്തിലാണെന്ന്. ബാക്കി ന ദേവതാവും और असुरों की लड़ाई हुई न कौरवों पांडवों की हुई. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല. പിന്നീട് കൗരവരും പാണ്ഡവരും തമ്മിലും യുദ്ധം നടന്നിട്ടില്ല. അതാണ് തും രാവൺ പർ ജീത്ത് പാത്തേ ഹോ. യഥാർത്ഥത്തിൽ നമ്മൾ രാവണിലാണ്, ഈ മായ രാവണിലാണ് വിജയിക്കുന്നത്. ബാപ് കഹത്തെ ഹേ ഇൻ 5 വികാരോം പർ ജീത്ത് പഹനോ തോ തും ജഗത് ജീത്ത് ബൻ ജായേംഗെ. ഈ 5 വികാരങ്ങൾ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ജഗത് ജീത്താകും. ഇസ്മേ കോയി ലഡ്ന നഹി ഹേ. ഇതിൽ യാതൊരു തരത്തിലും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ലഡ്നേക്ക നാം ലേത്തോ ഹിംസ ഹോ ജായേ. നമ്മൾ യുദ്ധത്തിൻ്റെ പേരെടുത്താൽ എന്താ? ഹിംസയായില്ലേ? ആണ് ദേവതയുടെ ഒരു മഹിമയാണ് അഹിംസ, പരമോധർമ്മം. അവരുടെ പരമോധർമ്മം തന്നെ അഹിംസയാണ്. അപ്പോഴെങ്ങനെയാണ് അവർ യുദ്ധം ചെയ്യുക? ഹിംസ എങ്ങനെയാണ് ചെയ്യുക? അതാണ് ബാബ പറയാണ്. അത് ആ യുദ്ധത്തിൻ്റെ പേരെടുത്താൽ അത് ഹിംസയാവുമല്ലോ. രാവൺ പർ ജീത്ത് പാനി ഹെ പരന്തു നോൺ വയലൻസേ. നമ്മൾ രാവണിൽ വിജയിക്കുന്ന എങ്ങനെ? അഹിംസാ മാർഗത്തിലൂടെ, നോൺ വയലൻസിലൂടെ. സിർ ബാപ് കോ യാദ് കർണേ സെ ഹമാരെ വികർമ്മ വിനാശ് ഹോത്തേ ഹേ. കേവലം ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ വികർമ്മങ്ങൾ എന്താകും? വിനാശമാകും. ലഡായി ആദിക്ക് കോയി ബാത്ത് നഹി. യുദ്ധത്തിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ല. ബാപ് കഹത്തെ ഹേ തും തമോ പ്രധാൻ ബൻ ഗയേ ഹോ അബ് ഫിർ തുംകോ സദോ പ്രധാൻ ബന്നാ ഹേ. നിങ്ങളിപ്പോൾ തമോ പ്രധാനായിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്താകണം? സദോ പ്രധാനമാകണം. ഭാരത ക പ്രാചീൻ രാജയോഗം മഷൂർ ഹേ. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം വളരെ പ്രസിദ്ധമാണ്. ബാപ് कहते हैं मेरे साथ बुद्धि का योग लगावो तो तुम्हारे पाप ഭസ്മ ഹോങ്കെ. നിങ്ങൾ എന്നോട് ബുദ്ധിയുടെ യോഗം വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഭസ്മമാകും. ബാബ പതിത് പാവൻ ഹെത്തോ ഉൻസെ ബുദ്ധിയോഗി ലഗാന ഹെ. ബാബ പതിത പാവനാണ്, അതുകൊണ്ട് അവരോട് നിങ്ങളുടെ ബുദ്ധിയോഗം വെക്കണം. തബ് തും പതിസെ പാവൻ ബൻ ജായെങ്കിൽ. അപ്പോൾ മാത്രമേ നിങ്ങൾ പതിരിൽ നിന്നും പാവനരാകും. ആ പ്രാക്ടിക്കൽ മേ തും ഉൻകെ സാത്ത് യോഗി ലഗാ രഹേ ഹോ. ഇസ്മേ ലഡായിക്ക് കോയി ബാത്ത് നഹി ഹെ. നിങ്ങൾ പ്രാക്ടിക്കലായി അവരോട് കൂടെ യോഗം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യുദ്ധത്തിൻ്റെ യാതൊരു കാര്യവും ഇല്ല. जो अच्छी रीति पढ़ेंगे और बाप के साथ योग लगाएंगे वही बाप से वर्षा पाएंगे. ആരാണ് നല്ല രീതിയിൽ പഠിക്കുന്നത്, ബാബയുടെ കൂടെ യോഗം വെക്കുന്നത്, അവർ തന്നെ ബാബയിൽ നിന്നും സ്വത്ത് പ്രാപ്തമാക്കും. അച്ഛ മീട്ടെ മീട്ടെ സിഖി ലതേ ബച്ചോं പ്രതി मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. धारणा के लिए मुख्य सार. फर्स्ट पॉइंट ആണ്, भाई भाई की दृष्टि का अभ्यास करते हुए लौकिक बंधनों से तोड़ निभाना है. സഹോദരങ്ങളാണെന്നുള്ള ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്തുകൊണ്ട്, നമ്മൾ ആത്മാക്കൾ പരസ്പര സഹോദരങ്ങളാണെന്നുള്ള ആ ദൃഷ്ടിയുടെ അഭ്യാസം ചെയ്തുകൊണ്ട് ലൗകിക ബന്ധനത്തിനോടും നമ്മൾ നന്നായിട്ട് ബന്ധം പുലർത്തണം. അവരോട് നല്ല സ്നേഹമായിട്ട് പെരുമാറണമെന്ന്. ബഡി യുക്തി സെ ചലനാ ഹെ. വളരെ യുക്തിപൂർവ്വം നടക്കണം. വികാരി ദൃഷ്ടി ബിൽക്കുൽ നഹി ജാനി ചാഹിയെ. വികാരി ദൃഷ്ടി തീരെ പോകാൻ പാടില്ല, വികാരി ദൃഷ്ടി ഒട്ടും ഉണ്ടാകാൻ പാടില്ല. കയാമത്ത് കെ സമയം സമ്പൂർണ്ണ പാവൻ ബന്നാ ഹെ. ഈ വിനാശത്തിൻ്റെ സമയത്ത് നമ്മൾ സമ്പൂർണ്ണ പാവനരാകണം. സെക്കൻഡ് പോയിൻ്റാണ്, ബാപ്സെ പൂര വർഷ ലേനെ കെ ലിയെ. ബാബയിൽ നിന്ന് പൂർണ്ണ സ്വത്തെടുക്കാൻ വേണ്ടി
എന്ത് ചെയ്യണം നമ്മൾ? अच्छी रीति पढ़ाई करनी है और पतित पावन बाप से योग लगाकर पावन बनना है. നല്ല രീതിയിൽ പഠിക്കുകയും പിന്നീട് പതിത പാവനായ ബാബയോട് യോഗം വെച്ച് പാവനരാകണം. ഈ 2 കാര്യങ്ങളാണ് ബാബയിൽ നിന്ന് പൂർണ്ണ സ്വത്തെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. വരദാൻ कमजोरियों को फुल स्टॉप देकर अपने संपन्न स्वरूप को प्रख्यात करने वाले साक्षात्कार मूर्त भव. ബാബ ഇന്നത്തെ വരദാനാണ്, നിങ്ങളുടെ ദുർബലതകൾക്ക് ഫുൾ സ്റ്റോപ്പ് നൽകി, നമ്മൾ ദുർബലതകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടണം. പിന്നീട് എന്ത് വേണം? അപ്പിന്നെ സമ്പന്ന സ്വരൂപക്കോ പ്രഖ്യാത് കർണേ വാലെ, നമ്മുടെ സമ്പന്ന സ്വരൂപത്തെ പ്രഖ്യാതമാക്കുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കൂ. വിവരണാണ്, വിശ്വ ആപ്കെ കൽപ്പ പഹലെ വാലെ സമ്പന്ന സ്വരൂപ് പൂജ്യ സ്വരൂപ ക സിമരൻ കർ രഹി ഹെ. വിശ്വം താങ്കളുടെ കൽപ്പം മുമ്പുള്ള സമ്പന്ന സ്വരൂപം, അതായത് പൂജ്യ സ്വരൂപത്തിനെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. इसलिए अब अपने संपन्न स्वरूप को പ്രാക്ടിക്കൽ മേ പ്രഖ്യാത് കരോ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ സമ്പന്ന സ്വരൂപത്തെ പ്രാക്ടിക്കലായി അതിനെ പ്രഖ്യാതമാക്കുക. ബീത്തി ഹുയി കംജോരിയോ കോ ഫുൾ സ്റ്റോപ്പ് ലഗാവോ. കഴിഞ്ഞു പോയ ദുർബലതകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുക. ദൃഢസങ്കല്പ് ദ്വാര പുരാനെ സ്വഭാവ സംസ്കാർ കോ സമാപ്ത് കരോ. ദൃഢസങ്കല്പത്തിലൂടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെല്ലാം സമാപ്തമാക്കൂ. ദൂസരോ കി കംജോരിയോ കി നക്കൽ മത്ത് കരോ. മറ്റുള്ളവരുടെ ദുർബലതകളെ നമ്മൾ കോപ്പിയടിക്കരുത്, അത് നമ്മൾ പകർത്താൻ പാടില്ല. അവഗുൺ ധാരൺ കർണേ വാലെ ബുദ്ധി ക നാശ് കരോ. അവഗുണങ്ങൾ ധാരണ ചെയ്യുന്നവരുടെ ബുദ്ധി, ആ ബുദ്ധി നമ്മൾ എന്താണ്? നശിപ്പിക്കുക. നാശ് കരോ. ദിവ്യഗുണം ധാരൺ കർണേ വാലി സതോപ്രധാന ബുദ്ധി ധാരൺ കരോ. ദിവ്യഗുണങ്ങളെ ധാരണ ചെയ്യുന്ന സതോപ്രധാന ബുദ്ധിയെ ധാരണ ചെയ്യൂ. തബ് സാക്ഷാത്കാർ മൂർത്ത് ബനേങ്കെ. അപ്പോൾ നിങ്ങൾ സാക്ഷാത്കാര മൂർത്തികൾ ആകും. സ്ലോഗൻ, अपने अनादि और आदि गुणों को स्मृति में रख उन्हें स्वरूप में लावो. താങ്കളുടെ അനാദിയും ആദി ഗുണങ്ങളെയും സ്മൃതിയിൽ വെച്ച് അതിൻ്റെ സ്വരൂപത്തിൽ അതിനെ സ്വരൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. നമ്മൾ ആ അനാദി സ്വരൂപം നമ്മൾ പരമധാമത്തിലുണ്ട്, ആത്മസ്വരൂപമാണ്. പിന്നീട് ആദി ഗുണങ്ങൾ ഏതെല്ലാണ്? നമ്മൾ ദേവതാ ഗുണങ്ങൾ, അതാണ് ആദി ഗുണങ്ങൾ. ഇതിനെ സ്മൃതിയിൽ വെച്ച് അതിൻ്റെ സ്വരൂപമേലാവും, അതിനെ നമ്മൾ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക. ഏത് ഗുണങ്ങൾ? ആദിയും അനാദി ഗുണങ്ങളെ നമ്മുടെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിനെ നന്നായിട്ട് സ്മൃതിയിൽ വെച്ച് നമ്മുടെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരും. ഇന്നത്തെ അവ്യക്ത മാസത്തിൽ 5ാമത്തെ കഥമാണ്. സദാ ഫൽ കി ഇച്ഛ സെ മുക്ത് ഇച്ഛ മാത്രം അവിദ്യ. സദാ ഫലത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തം, ഇച്ഛ മാത്രം അവിദ്യ. ആഗ്രഹങ്ങൾ എന്താണ് അറിയാത്തൊരു അവസ്ഥ. വിവരണമാണ് അതിന്. ബ്രഹ്മ ബാപ്നെ കോയി ബി കർമ്മ കെ ഫൽ കി ഇച്ഛ നഹി രഖി. ബ്രഹ്മ ബാബ ഏതൊരു കർമ്മത്തിൻ്റെയും ഫലത്തിൻ്റെ ആഗ്രഹം വെച്ചില്ല. അവരിത് ഞാൻ ചെയ്താൽ ഇതെനിക്ക് കിട്ടുന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ടായിരുന്നില്ല. ഹർ വചൻ और कर्म में सदैव पिता की स्मृति होने कारण फल की इच्छा का संकल्प मात्र भी नहीं रहा. ഓരോ വചനത്തിലും ഓരോ കർമ്മത്തിലും എല്ലായ്പ്പോഴും പിതാവിൻ്റെ ശിവബാബയുടെ സ്മൃതിയുള്ള കാരണം അവർക്ക് ആ ഫലത്തിൻ്റെ ഇച്ഛയുടെ സങ്കല്പത്തിൽ പോലും സങ്കല്പം മാത്രം കൂടി അവർക്ക് ഉണ്ടായിരുന്നില്ല. നിഷ്കാമ വൃത്തി സേ സബ്കി പാലനാക്കി. നിഷ്കാമ വൃത്തിയിലൂടെ എല്ലാവരെയും പാലന ചെയ്തു. ചില ഒന്നും ആഗ്രഹിക്കാതെ, നിഷ്കാമ വൃത്തിയിൽ ഒന്നും അവർ പ്രതിഫലം ആഗ്രഹിക്കാണ്ടാണ് എല്ലാം ചെയ്തത്. നിഷ്കാമ വൃത്തിയിലൂടെ സബ്കി പാലനാക്കി, എല്ലാവരെയും പാലന ചെയ്തു. पुरुषार्थ के प्रारब्ध की नॉलेज होते हुए भी उसमें अटैचमेंट नहीं रही.
പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയുടെ നോളേജ് ഉണ്ടായിട്ടും കൂടി അതിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ അതിനോടുള്ള മോഹം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഐസെ ആപ് ബച്ചേ ബി നാം മാൻ ഷാൻ की इच्छा से परे इच्छा മാത്രം അവിദ്യ की സ്ഥിതി में रह സേവാ करो. അതേപോലെ താങ്കൾ കുട്ടികളും കൂടി പേരും പെരുമയും പ്രശസ്തിയുടെയും ഇച്ഛകളിൽ നിന്നും ഉപരിയായി ഇച്ഛ മാത്രം അവിദ്യാസ്ഥിതിയിലിരുന്ന് സേവനം ചെയ്യൂ. ഇസി വിധി സെ സബ്കി പാലന കരോ. ഈ വിധിയിലൂടെ തന്നെ ഈ മെത്തേഡിലൂടെ തന്നെ നമ്മളെല്ലാവരും പാലന ചെയ്യൂ. തബ് ക്ഷമാക്കെ ഊപ്പർ പർവാനെ ഫിദ ഹോങ്കെ. അപ്പോൾ ഈ ദീപത്തിൻ്റെ മുകളിൽ ശലഭങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സമർപ്പിതമാകും. ദീപാരാണ് ശിവബാബ. ശിവബാബിൻ്റെ മുകളിൽ ഈ പർവാനകൾ ശലഭങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവർ സമർപ്പിതമാണ്. ഫിദ ഹോകെ, അതിലവർ അർപ്പിതമാകുന്നു. അച്ഛ ഓം ശാന്തി. सिमर सुख पाता है मन गीत खुशी के गाता है. सिमर सिमर सुख पाता है मन गीत खुशी के गाता है. प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा सोए भाग्य जगाता है. सिमर सिमर सुख पाता है मन गीत